കമ്പനി അക്കൗണ്ട്സിലെ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്ന പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കമ്പനി അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ആ വീഡിയോ കൂടെ വാച്ച് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൊമേഴ്സ് റിലേറ്റഡ് ഓൺലൈൻ ക്ലാസ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ടൈപ്സ് ഓഫ് ഷെയർസ് എന്തൊക്കെയാണ് എന്ന് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് 3 കൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അതിൽ ഒന്നാമത്തതാണ് ഷെയർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഷെയർ മീൻസ് ഇറ്റ് ഈസ് 1 യൂണിറ്റ് ഓഫ് ടോട്ടൽ ക്യാപിറ്റലാണ്. ടോട്ടൽ ക്യാപിറ്റലുള്ള ഒരു യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് സൂചിപ്പിക്കുന്നത്? ഷെയർ എന്ന് സൂചിപ്പിക്കുന്നത്. 1 യൂണിറ്റ് ഓഫ് ടോട്ടൽ ക്യാപിറ്റലിനെയാണ് നമ്മൾ ഷെയർ എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റോക്ക് മീൻസ് ഇറ്റ് ഈസ് ദി ബണ്ടിൽ ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആണ്. ബണ്ടിൽ ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ സ്റ്റോക്ക് എന്ന് അറിയപ്പെടുന്നത്. അതായത് കുറേ ഷെയറുകൾ കൂടിച്ചേർന്നിട്ടാണ് എന്ത് വരുന്നത്? സ്റ്റോക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഗ്രൂപ്പ് ഓഫ് ഷെയർസ് ആണ്, അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസിന് നമ്മൾ ഒരുമിച്ച് എന്ത് പറയും? സ്റ്റോക്ക് എന്ന് അറിയപ്പെടും. ഓക്കെ, ദ നെക്സ്റ്റ് ടേം ആണ് ഷെയർ ഹോൾഡർ. നേരത്തെ നമ്മൾ ഷെയർ ക്യാപിറ്റലിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ആരാണ് ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷെയർ ഹോൾഡർ മീൻസ് ഹി ഈസ് എ പേഴ്സൺ ഹു കോൺട്രിബ്യൂട്ട് മണി ടുവാർഡ്സ് ഷെയർസ്. ഓക്കെ, പേഴ്സൺ ഹു കോൺട്രിബ്യൂട്ട് മണി ടുവാർഡ്സ് ഷെയർസ്. പേഴ്സൺ ഹു കോൺട്രിബ്യൂട്ട്സ് ടുവാർഡ്സ് ഷെയർസ്. ഓക്കെ, ഷെയർസിലേക്ക് പണം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളെ നമുക്ക് എന്ത് പറയാം? ഷെയർ ഹോൾഡർ എന്ന് അറിയപ്പെടാം. അപ്പോൾ ഈ ഒരു 3 കൺസെപ്റ്റുകൾ മനസ്സിലാക്കി പോവുക: ഷെയർ, സ്റ്റോക്ക്, ഷെയർ ഹോൾഡർ. ഓക്കെ, ഇനി നമുക്ക് ഷെയറും സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഷെയർ എന്താണ്, സ്റ്റോക്ക് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. യൂണിറ്റ് ഓഫ് ടോട്ടൽ ക്യാപിറ്റലിനെയാണ് ഷെയർ എന്ന് പറയുന്നത്. സ്റ്റോക്കിനെ, ബണ്ടിൽ ഓഫ് ഷെയർസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റോക്ക് എന്നും പറയുന്നത്. അതായത് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി പോർഷൻ ഓഫ് ദി ക്യാപിറ്റലാണ്, കൺസോളിഡേഷൻ ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ്. അതായത് സ്റ്റോക്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്റ്റോക്ക് ഈസ് എ സെറ്റ് ഓഫ് ഷെയർസ് പുട്ട് ടുഗെദർ ഇൻ എ ബണ്ടിൽ. സ്റ്റോക്ക് ഈസ് എ സെറ്റ് ഓഫ് ഷെയർസ് പുട്ട് ടുഗെദർ ഇൻ എ ബണ്ടിൽ എന്നാണ് സ്റ്റോക്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഷെയറിന് എന്തുണ്ടാവും? ഇറ്റ് ഹാസ് എ ഫേസ് വാല്യൂ. ഷെയറിനൊരു ഫേസ് വാല്യൂ ഉണ്ടായിരിക്കും. പക്ഷെങ്കിൽ ഇൻ ദി കേസ് ഓഫ് സ്റ്റോക്ക് ദർ ഈസ് നോ ഫേസ് വാല്യൂ. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഫേസ് വാല്യൂ ഉണ്ടായിരിക്കും, ഇവിടെ എന്താണ്? നോ ഫേസ് വാല്യൂ. സ്റ്റോക്കിൻ്റെ കേസിലാണെങ്കിൽ അവിടെ എന്തുണ്ടാകുകയില്ല? ഫേസ് വാല്യൂ ഉണ്ടാവുകയില്ല. ഇതാണ് ഒന്നാമത്തെ ഡിഫറൻറ്റ് വരുന്നത്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ഡിഫറൻറ്റ് നോക്കാം. ഈ ഷെയറിൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് മേ ബി ഫുള്ളി പെയ്ഡ് അപ്പ് ഓർ പാർട്ട്ലി പെയ്ഡ് അപ്പ്. നമുക്ക് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസും ഉണ്ടാകാം കമ്പനിക്ക്, ഇനി പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസും ഉണ്ടാകാം. എന്നാൽ ഇൻ ദി കേസ് ഓഫ് സ്റ്റോക്ക് ഇറ്റ് ഈസ് ഓൾവേസ് ഫുള്ളി പെയ്ഡ് അപ്പ് ആണ്. സ്റ്റോക്കിൻ്റെ കേസിലാണെങ്കിൽ എല്ലാ സമയത്തും എന്താണ്? ഫുള്ളി പെയ്ഡ് അപ്പ് ആണ്. അപ്പോൾ ഓർമ്മിക്കുക, ഷെയർ എന്താണ്? ഇറ്റ് മേ ബി ഫുള്ളി പെയ്ഡ് അപ്പ് ആവാം, അല്ലെങ്കിൽ പാർട്ട്ലി പെയ്ഡ് അപ്പ് ആവാം. ഇതെന്താണ്? ഓൾവേസ് ഫുള്ളി പെയ്ഡ് അപ്പ് ആണ്. ഓക്കെ, സ്റ്റോക്കിൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ഫുള്ളി പെയ്ഡ് അപ്പ് ആണ്. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ ആണ് ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ഡയറക്ട്ലി. ഷെയറിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ ബി ഇഷ്യൂഡ് ഡയറക്ട്ലി. ഡയറക്റ്റായിട്ട് നമുക്ക് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. പക്ഷെങ്കിൽ ഇൻ ദി കേസ് ഓഫ് സ്റ്റോക്ക് കനോട്ട് ബി ഇഷ്യൂഡ് ഡയറക്ട്ലി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഡയറക്ട്ലി പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുവാൻ സാധിക്കുകയില്ല. ഓക്കെ, ഷെയറും സ്റ്റോക്കും തമ്മിലുള്ള മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഷെയറിന് എന്തുണ്ടാവും? ഇറ്റ് ഹാസ് എ ഡിസ്റ്റിങ്റ്റീവ് നമ്പർ. ഓക്കെ, എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണെന്ന് ഒരു ഡിസ്റ്റിങ്റ്റീവ് നമ്പേഴ്സ് ഉണ്ടാകും. ഓക്കെ, ഇത്ര നമ്പർ ഓഫ് ഷെയർസ് എന്നും പറഞ്ഞിട്ട്. പക്ഷേ ഇൻ ദി കേസ് ഓഫ് സ്റ്റോക്ക് ദർ ഈസ് നോ സച്ച് നമ്പേഴ്സ്. അങ്ങനെ പ്രത്യേകമായിട്ട് നമ്പേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേങ്കിൽ ഷെയറിൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഹാസ് ഡിസ്റ്റിങ്റ്റീവ് നമ്പർ. ഇത്ര നമ്പർ ഓഫ് ഷെയർസ് എന്നും പറഞ്ഞിട്ട് ഒരു ഡിസ്റ്റിങ്റ്റീവ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഒരു ഡിഫറൻറ്റ് വരുന്നത്. ഇനി ഷെയറിൻ്റെ കേസിലാണെങ്കിൽ ഷെയർസ് കനോട്ട് ബി ട്രാൻസ്ഫേർഡ് ഇൻ ഫ്രാക്ഷൻ. ഷെയർസിനെ നമുക്ക് ഫ്രാക്ഷനിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല. ഇപ്പോൾ ഡെസിമലായിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല. ഷെയർസ് കനോട്ട് ബി ട്രാൻസ്ഫേർഡ്, കനോട്ട് ബി ഇഷ്യൂഡ് ഓർ ട്രാൻസ്ഫേർഡ് ഇൻ ഫ്രാക്ഷൻ. It can be issued in fraction minimum value subject to minimum value. It can be issued in fraction subject to minimum value. സ്റ്റോക്കിൻ്റെ കേസിലാണെങ്കിൽ
അവിടെ നമുക്ക് ഫ്രാക്ഷനിൽ ഇഷ്യൂ ചെയ്യാൻ സാധിക്കും, സബ്ജക്റ്റ് ടു മിനിമം വാല്യൂ. ഒരു മിനിമം വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രാക്ഷനിൽ ഇഷ്യൂ ചെയ്യുവാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് ആണ് ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് ബൈ എനി കമ്പനി. ഷെയർസിന് എന്ത് ചെയ്യുക, ഷെയർസിന് ഏത് കമ്പനിക്കും ഇഷ്യൂ ചെയ്യാം. പക്ഷെങ്കിൽ സ്റ്റോക്കിൻ്റെ കേസിലാണെങ്കിൽ ലിമിറ്റഡ് കമ്പനീസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അവരുടെ സ്റ്റോക്കിനെ ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓൺലി ലിമിറ്റഡ് കമ്പനീസ് ക്യാൻ കൺവേർട്ട് ദെയർ ഷെയർ ഇൻ ടു സ്റ്റോക്ക്. ഓക്കെ, പക്ഷെങ്കിൽ ഷെയറിൻ്റെ കേസിൽ ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ബൈ എനി കമ്പനി. ഓക്കെ, ദെൻ ലാസ്റ്റ് ഡിഫറൻസ് ആണ് ഷെയർസിൻ്റെ കേസിൽ ഇറ്റ് ഈസ് ഓൾവേസ് രജിസ്റ്റേർഡ് ആണ്. രജിസ്റ്റേർഡ് ആയിരിക്കണം ഷെയർസ് വരുന്നത്. ഇറ്റ് മേ ഓർ മേ നോട്ട് ബി രജിസ്റ്റേർഡ്. ഓക്കെ, സ്റ്റോക്കിൻ്റെ കേസിലാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാതെ നിൽക്കാം. അപ്പോൾ ഇതാണ് ഷെയർസും സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഡിഫറൻസ് ഒന്നുകൂടെ നോക്കുക. ഫസ്റ്റ് ഡിഫറൻസ് വരുന്നത് എന്താണ്, ബേസ്ഡ് ഓൺ ഫേസ് വാല്യൂ ആണ് വരുന്നത്. എന്താണ്, ഷെയറിൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഹാസ് എ ഫേസ് വാല്യൂ. ഓക്കെ, ദെൻ സ്റ്റോക്കിൻ്റെ കേസിലാണെങ്കിൽ ദർ ഈസ് നോ ഫേസ് വാല്യൂ. അവിടെ എന്തുണ്ടാവുകയില്ല, ഫേസ് വാല്യൂ ഉണ്ടാവുകയില്ല. ദെൻ നെക്സ്റ്റ് പെയ്ഡപ്പിൻ്റെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ ഷെയറിൻ്റെ കേസിലാണെങ്കിൽ ഫുള്ളി പെയ്ഡപ്പും ആവാം, അതേപോലെ തന്നെ പാർട്ലി പെയ്ഡപ്പും ആവാം. ഓക്കെ, ദെൻ സ്റ്റോക്കിൻ്റെ കേസിൽ എന്താണ്, ഓൾവേസ് ഫുള്ളി പെയ്ഡപ്പാണ്. അതാണ് ഡിഫറൻറ്റ് വരുന്നത്. ദെൻ ഷെയറിൻ്റെ കേസിൽ ഇഷ്യൂ ചെയ്യുന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇത് എന്താണ്, ഇഷ്യൂഡ് ക്യാൻ ബി ഇഷ്യൂഡ് ഡയറക്ട്ലി. ഇതിനെ ഡയറക്ട്ലി നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഇനി എന്താണ്, നോട്ട് ഡയറക്ട്ലി. ഇതിനെ ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, സ്റ്റോക്കിൻ്റെ കേസിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റുകയില്ല. ഇനി ഇവിടെ ഷെയറിൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഹാസ് എ ഡിസ്റ്റിങ്റ്റീവ് നമ്പർ. അവിടെ എന്തുണ്ടാകും, ഒരു ഡിസ്റ്റിങ്റ്റീവ് നമ്പർ ഉണ്ടാവും. ഇവിടെ നോ സച്ച് നമ്പർ. ഓക്കെ, അത്തരത്തിലുള്ള നമ്പറൊന്നും ഉണ്ടാവുകയില്ല. ദെൻ ഷെയറിൻ്റെ കേസിൽ വരുന്ന മറ്റൊന്നാണ് കനോട്ട് ബി ഇഷ്യൂഡ് ഓർ ട്രാൻസ്ഫേർഡ് ഇൻ ഫ്രാക്ഷൻ. ഫ്രാക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാനോ ഇഷ്യൂ ചെയ്യുവാനോ പറ്റുകയില്ല. ഇവിടെ നമുക്ക് ഫ്രാക്ഷനിൽ പറ്റും, ക്യാൻ ബി ഇൻ ഫ്രാക്ഷൻ ബട്ട് സബ്ജക്റ്റ് ടു മിനിമൽ വാല്യൂ. ദെൻ നെക്സ്റ്റ് അടുത്ത ഡിഫറൻസ് വരുന്നത് ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് എനി കമ്പനി. ഓക്കെ, ഇത് എനി കമ്പനിക്കും ഏത് കമ്പനിക്കും ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ഷെയറിന് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഇവിടെ ഓൺലി ലിമിറ്റഡ് കമ്പനീസ് മാത്രമാണ്, ലിമിറ്റഡ് കമ്പനീസിന് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഷെയറിനെ സ്റ്റോക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ എന്താണ്, ഷെയർ ഓൾവേസ് രജിസ്റ്റേർഡ് ആണ്. ഇവിടെ മേ ഓർ മേ നോട്ട് ബി രജിസ്റ്റേർഡ് ആണ്, മേ ഓർ മേ നോട്ട് ബി രജിസ്റ്റേർഡ് ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് ഷെയർസ് നോക്കാം. ദർ ആർ മെയിൻലി 2 types of shares, that is equity share and preference share. സാധാരണ 2 ഷെയറുകളാണുള്ളത്. ഒന്ന് ഇക്വിറ്റി ഷെയർ ആണ്, മറ്റൊന്ന് എന്താണ്, പ്രിഫറൻസ് ഷെയർ ആണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് സ്ഥാപനത്തിൻ്റെ റിയൽ ഓണേഴ്സ് ആണ്. ഇനി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡേഴ്സ് ആണ് സ്ഥാപനത്തിന്. ഓക്കെ, എന്താണ് ഇക്വിറ്റി ഷെയർ, എന്താണ് പ്രിഫറൻസ് ഷെയർ, ഇതിനെ നമുക്ക് നോക്കാം. ഇക്വിറ്റി ഷെയറിനെ കമ്പനീസ് ആക്ട് സെക്ഷൻ 43 പ്രകാരം 2013 കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 43 ഡിഫൈൻ ചെയ്തിട്ടുള്ളത് an equity share is a share which is not a preference share. ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഷെയർ ആണ്, അതെന്തല്ല പ്രിഫറൻസ് ഷെയർ അല്ലെങ്കിൽ അതെന്തായിരിക്കും, ഇക്വിറ്റി ഷെയർ ആയിരിക്കും. പ്രിഫറൻസ് ഷെയർ അല്ലാത്ത എല്ലാ ഷെയറിനെ നമുക്ക് എന്ത് പറയാം, അവിടെ ഇക്വിറ്റി ഷെയർ എന്ന് പറയാം. ഓക്കെ, an equity share is a share which is not preference share. സെക്ഷൻ 43 ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, പ്രിഫറൻസ് ഷെയർ അല്ലാത്ത ഷെയറുകളെ നമുക്ക് എന്ത് പറയാം, ഇക്വിറ്റി ഷെയർ എന്ന് പറയാം. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് റിയൽ ഓണേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ആണ്. അതായത് അവർക്ക് ഡിവിഡൻഡ് കിട്ടുന്നത് എപ്പോഴാണ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കിട്ടുന്നത്, ഡിവിഡൻഡ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ദർ ഈസ് നോ പ്രിഫറൻസ് റിഗാർഡിംഗ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഡിവിഡൻഡ്. ഒരു പ്രത്യേക ഡിവിഡൻറ്റോ അതല്ലെങ്കിൽ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ റേറ്റോ ഇല്ലാത്ത ഷെയർസിനെയാണ് എന്ത് പറയുന്നത്, ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നോട്ട് ഹാവ് റേറ്റ് ടു ഫിക്സ്ഡ് ഡിവിഡൻഡ്. ഫിക്സ്ഡ് ഡിവിഡൻറ്റിനുള്ള റേറ്റുമില്ല, അതേപോലെ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിനുള്ള എന്തില്ല, റേറ്റും ഇല്ലാത്ത ഷെയർസിന് നമുക്ക് എന്ത് പറയാം, ഇക്വിറ്റി ഷെയർസ് എന്ന് പറയാം. ഷെയർസ് വിച്ച് എൻറ്റൈറ്റിൽ ദെയർ ഹോൾഡേഴ്സ് ഓൾ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദി കമ്പനി ആഫ്റ്റർ എ ഫിക്സ്ഡ് ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർ ഹാസ് ബീൻ പെയ്ഡ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മൊത്തം പ്രോഫിറ്റിന് അർഹരായിരിക്കുന്ന ആളുകളാണ് ആര്,
ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇക്വിറ്റി ഷെയർ എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് നോ പ്രിഫറൻഷ്യൽ റൈറ്റ് റിഗാർഡിംഗ് ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ഇനി പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് എ പ്രിഫറൻസ് റിഗാർഡിംഗ് ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അറ്റ് ദി ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. അതായത് പ്രിഫറൻസ് ഷെയർസിന് എന്തുണ്ട്, ഒരു ഫിക്സ്ഡ് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. അപ്പം ദർ ഈസ് എ പ്രിഫറൻഷ്യൽ റൈറ്റ് റിഗാർഡിംഗ് ഡിവിഡൻഡ്. ഓക്കെ, ഡിവിഡൻറ്റിന് മുകളിൽ ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കേസിലും വൈൻഡിങ് അപ്പ് വരുന്ന സമയത്ത് ക്യാപിറ്റൽ റീപേ ചെയ്യുന്നതിൽ ഫസ്റ്റ് ആർക്കാണ് കൊടുക്കുന്നത്, പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇറ്റ് ക്യാരീസ് എ പ്രിഫറൻഷ്യൽ റൈറ്റ് ടു ഡിവിഡൻഡ്. ഓക്കെ, ഇറ്റ് ക്യാരീസ് എ പ്രിഫറൻഷ്യൽ റൈറ്റ് ടു ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിലും ഡിവിഡൻഡ് പേ ചെയ്യുന്നതിലും എന്തുണ്ട്, ദർ ഈസ് എ പ്രിഫറൻഷ്യൽ റൈറ്റ്. ദാറ്റ് ഈസ് ഫിക്സ്ഡ് പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസിലാണെങ്കിൽ ഡിവിഡൻഡ് എന്തായിരിക്കും, ഫിക്സ്ഡ് ആയിരിക്കും. എന്നാൽ ഇക്വിറ്റി ഷെയറിൻ്റെ കേസിൽ ഇറ്റ് ഈസ് നോട്ട് ഫിക്സ്ഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇക്വിറ്റി ഷെയറിൻ്റെ കേസിൽ ഇക്വിറ്റി ഷെയർ ഈസ് എ ഓണർഷിപ്പ് സെക്യൂരിറ്റി. ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് എന്താണ്, ഓണർഷിപ്പ് സെക്യൂരിറ്റിയാണ്. എന്നാൽ പ്രിഫറൻസ് ഷെയർ എന്താണ്, ഇറ്റ് ഈസ് എ ഹൈബ്രിഡ് സെക്യൂരിറ്റിയാണ്. ഒന്നാമത്തത് ഇക്വിറ്റി എന്താണ്, ഓണർഷിപ്പാണ്. പ്രിഫറൻസ് ഷെയർസ് എന്താണ്, ഹൈബ്രിഡ് സെക്യൂരിറ്റിയാണ്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ ഡിഫറൻസ് വരുന്നത് ഇൻ ദി കേസ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഡിവിഡൻഡ് റേറ്റ് ഈസ് നോട്ട് ഫിക്സ്ഡ്, ബട്ട് ഇൻ ദി കേസ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഡിവിഡൻഡ് റേറ്റ് ഈസ് ഫിക്സ്ഡ് ഇൻ അഡ്വാൻസ്. ഓക്കെ, ഇവിടെ ഡിവിഡൻഡ് റേറ്റ് എന്താണ്, നോട്ട് ഫിക്സ്ഡ് ആണ്. ഇവിടെ എന്താണ്, ഫിക്സ്ഡ് ആണ്. പ്രിഫറൻസ് ഷെയർ ആകുമ്പോൾ അവിടെ ഡിവിഡൻഡ് എന്താണ്, ഫിക്സ്ഡ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിഫറൻസ് വരുന്നത് ഡിവിഡൻഡിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ഇക്വിറ്റി ഷെയർസിൻ്റെ കേസിലാണെങ്കിൽ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ലാസ്റ്റ്, അവസാനമാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ട് മാത്രമാണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു പ്രിഫറൻസ് ഉണ്ട്, അവർക്ക് കൊടുത്തിട്ട് മാത്രമാണ് ആർക്ക് കൊടുക്കുന്നത്, ഈ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് പെയ്ഡ് ലാസ്റ്റ്. ബട്ട് ഇൻ ദി കേസ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻഡ് പെയ്ഡ് ബിഫോർ ഇക്വിറ്റി ഡിവിഡൻഡ്. ഇക്വിറ്റി ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുമ്പ് ആർക്ക് കൊടുക്കും, ഇവിടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. അതാണ് മറ്റൊരു ഡിഫറൻറ്റ് വരുന്നത്. ഇനി അടുത്ത ഡിഫറൻസ് വരുന്നത് ക്യാപിറ്റലിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ക്യാപിറ്റൽ റീപേയ്മെൻറ്റ് നടത്തുന്നത് ഓൺലി അറ്റ് ദി ഇവൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ് ആണ്. ആരുടെ കേസിൽ, ഇക്വിറ്റി ഷെയർസിൻ്റെ കേസിൽ. എന്നാൽ പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസിൽ ഇറ്റ് ഈസ് റീപെയ്ഡ് ആഫ്റ്റർ എ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ്. ജനറലി ഈ പ്രിഫറൻസ് ഷെയർസിന് 20 വർഷത്തിൽ കൂടുതൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. അതിന് മുമ്പ് എന്ത് ചെയ്യണം, റീപേയ്മെൻറ്റ് നടത്തണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റിപ്പുലേറ്റഡ് പീരീഡ്, ഒരു പ്രീഡിറ്റർമൈൻഡ് പീരീഡിന് ശേഷം ക്യാപിറ്റൽ എന്ത് ചെയ്യും, പ്രിഫറൻസ് ഷെയർ തിരിച്ചടക്കും. ഇക്വിറ്റി ഷെയറിൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഈസ് റീപെയ്ഡ് ഓൺലി അറ്റ് ദി ഇവൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിഫറൻ്റ് ആണ് ഇക്വിറ്റി ഷെയറിൻ്റെ കേസിൽ ഹാവ് വോട്ടിംഗ് റൈറ്റ്. ഇക്വിറ്റി ഷെയർസ് ഹാവ് വോട്ടിംഗ് റൈറ്റ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിയിൽ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എന്നാൽ ഇവിടെ എന്തില്ല, ഡു നോട്ട് ഹാവ് വോട്ടിംഗ് റൈറ്റ്. പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസിൽ ദർ ഈസ് നോ വോട്ടിംഗ് റൈറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോമിനൽ വാല്യൂ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇക്വിറ്റി ഷെയറിൻ്റെ നോമിനൽ വാല്യൂ സാധാരണ എന്തായിരിക്കും, ലോവർ ആയിരിക്കും. എന്നാൽ പ്രിഫറൻസ് ഷെയറിൻ്റെ നോമിനൽ വാല്യൂ ഹയർ ആയിരിക്കും. ഓക്കെ, അതാണ് മറ്റൊരു ഡിഫറൻസ് വരുന്നത് നോമിനൽ വാല്യൂ ബേസ് ചെയ്തുകൊണ്ട്. ദെൻ അടുത്ത ഇക്വിറ്റി ഷെയറിൻ്റെ മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് എക്സ്പെൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ എന്താണ്, ലോവർ ആണ്. ഓക്കെ, എന്നാൽ എക്സ്പെൻസ് ഓൺ ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്താണ്, ഹയർ ആണ്. ഓക്കെ, ഇതാണ് മറ്റൊരു ഡിഫറൻറ്റ് വരുന്നത്. ഓക്കെ, ഇത്രയും ഡിഫറൻസുകളാണ്, മെയിൻ ഡിഫറൻസുകളാണ് ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും ഉള്ളത്. ഒന്നുകൂടെ നോക്കുക. ഇതിൽ ഒന്നാമത്തെ എന്താണ്, ബേസ്ഡ് ഓൺ ഓണർഷിപ്പാണ്. ഇവിടെ ഓണർഷിപ്പാണ്, ഇവിടെ ഹൈബ്രിഡ് ആണ്. ഇക്വിറ്റി ഷെയറിൻ്റെ കേസിൽ ഡിവിഡൻഡ് റേറ്റ് നോട്ട് ഫിക്സ്ഡ് ആണ്, എന്നാൽ ഇവിടെ എന്താണ്, ഫിക്സ്ഡ് ആണ്. ദെൻ ഇക്വിറ്റി ഷെയറിൻ്റെ കേസിൽ ഡിവിഡൻഡ് പേ ചെയ്യുന്നത് അവസാനമാണ്, എന്നാൽ പ്രിഫറൻസ് ഷെയറിൻ്റെ കേസിൽ ആദ്യമാണ്. ക്യാപിറ്റൽ ഈസ് റീപെയ്ഡ് ഓൺലി അറ്റ് ദി ടൈം ഓഫ് ഇവൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. ദെൻ മറ്റേതിൽ പ്രിഫറൻസ് ഷെയറിലാണെങ്കിൽ ആഫ്റ്റർ എ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ്. ഇവിടെ എന്തുണ്ട്, വോട്ടിംഗ് റേറ്റ് ഉണ്ട്. പ്രിഫറൻസ് ഷെയറിന് വോട്ടിംഗ് റേറ്റ് ഇല്ല. നോമിനൽ വാല്യൂ ലോവർ ആയിരിക്കും, ഇവിടെ നോമിനൽ വാല്യൂ ഹയർ ആയിരിക്കും. എക്സ്പെൻസ് ഓൺ ഇഷ്യൂ ലോവർ ആയിരിക്കും, എക്സ്പെൻസ് ഓൺ ഇഷ്യൂ ഹയർ ആയിരിക്കും. ഓക്കെ, ഇത്രയും ഡിഫറൻസുകളാണ് ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രിഫറൻസ് ഷെയറിൻ്റെ ടൈപ്സുകൾ, അതിൽ ഫസ്റ്റ് ഒന്നാമത്തതാണ് ക്യുമുലേറ്റീവ് ആൻഡ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്.
അതായത് പ്രിഫറൻസ് ഷെയറിൻ്റെ കേസിൽ ഏതെങ്കിലും വർഷം അരിയേഴ്സ് ഡിവിഡൻഡ് വന്നു കഴിഞ്ഞാൽ അത്തരം ഡിവിഡൻഡിനെ പിന്നീട് വരുന്ന സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ നിന്നുള്ള പ്രോഫിറ്റിൽ നിന്നും ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഷെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് ഇഫ് എനി ആർ carried forward and paid out of the profit of the subsequent years. ഇതിനെയാണ് എന്ത് പറയുന്നത്, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് വൺ വരുന്നത്, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ഇനി നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ദീസ് ഷെയർസ് ഡു നോട്ട് ഗെറ്റ് അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഇൻ സബ്സിക്വൻറ്റ് ഇയേഴ്സ്. ഓക്കെ, അത്തരത്തിലുള്ളതിനെയാണ് നോൺ ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യുമുലേറ്റീവിലാവുമ്പോൾ ഒരു വർഷത്തെ അരിയർ ഡിവിഡൻഡിനെ അടുത്ത വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കും. ദെൻ നോൺ ക്യുമുലേറ്റീവ് ആകുമ്പോൾ ഒരു വർഷത്തെ അരിയർ ഡിവിഡൻഡിനെ അടുത്ത വർഷത്തെ പ്രോഫിറ്റിൽ എന്ത് ചെയ്യുകയില്ല, കൊടുക്കുകയില്ല. അപ്പോൾ ഇതാണ് ക്യുമുലേറ്റീവും നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസും വരുന്നത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ് പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന സർപ്ലസിൽ ആ ഒരു സർപ്ലസ് പ്രോഫിറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റേറ്റുള്ള പ്രിഫറൻസ് ഷെയറിനെ എന്ത് പറയും, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയും. ഓക്കെ, അതായത് ദീസ് ഷെയർസ് ഹാവ് ദി റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് in the surplus profit left after paying a reasonable dividend to equity shares. Okay, in addition to fixed dividend ആണ്. നേരത്തെ ഫിക്സഡ് ഡിവിഡൻഡ് ഉണ്ടാവും പ്രിഫറൻസ് ഷെയർസിന്, അതിൻ്റെ കൂടെയാണ് ഈ ഒരു പാർട്ടിസിപ്പേഷൻ നടത്തുന്നത്. അപ്പോൾ അതിനെ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയും. ഇനി നോൺ പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സർപ്ലസ് പ്രോഫിറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തതിനെ എന്ത് പറയും, നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് redeemable and irredeemable preference shares. Redeemable preference shares means it will repay after the fulfillment of certain conditions. Redeemable preference shares means it is the preference shares which will repay after the fulfillment of a condition, certain condition. Okay, എന്നാൽ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയറിൻ്റെ കേസിലാണെങ്കിലോ അത് എന്ത് ചെയ്യുകയില്ല, റീപേ ചെയ്യുകയില്ല. പക്ഷേങ്കിൽ ഈ ഒരു ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുമില്ല, ഒരു കമ്പനിക്കും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നിലവിൽ ഇഷ്യൂ ചെയ്യുവാൻ പറ്റുകയുള്ളൂ. അതായത് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയറിനെ ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഒരു കമ്പനിക്കും ഇല്ല എന്നുള്ളതാണ്. അപ്പം റിഡീമബിളും ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസും. ഇനി നെക്സ്റ്റ് വൺ ആണ്, നാലാമത്തതാണ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. അതായത് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ഷെയർസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. ഇത്തരം ഷെയറിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇക്വിറ്റി ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഷെയറിനെ നമുക്ക് എന്ത് പറയാം, കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയാം. ഓക്കെ, കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഷെയർസ് വിച്ച് ഹാവ് ദി റൈറ്റ് ടു കൺവേർട്ട് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ആഫ്റ്റർ എ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ്. ഓക്കെ, ഒരു സ്റ്റിപ്പുലേറ്റഡ് പീരീഡിന് ശേഷം നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് അത് ഫുൾഫിൽ ചെയ്യുന്നതോടുകൂടെ അതിനെ എന്തിലേക്ക് കൺവേർട്ട് ആകും, ഇക്വിറ്റി ഷെയറിലേക്ക് കൺവേർട്ട് ആക്കും. അതിനെ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയും. ഇനി നെക്സ്റ്റ് അഞ്ചാമത്തതാണ്, ഇതൊരു 2 എണ്ണം കൂടിച്ചേരുന്ന പ്രിഫറൻസ് ഷെയർ ആണ്, ക്യുമുലേറ്റീവ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. അതായത് ഈ ഒരു ക്യുമുലേറ്റീവും കൺവേർട്ടബിളും രണ്ടും കൂടി ചേർന്നതാണ് CCP എന്നാണ് പറയുക, ക്യുമുലേറ്റീവ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, അതായത് ഈ ഒരു ഷെയറിന് എന്തുണ്ടാവും, ഒരു വർഷത്തെ ഡിവിഡൻഡ് അരിയർ വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ സർപ്ലസിൽ നിന്നും പ്രോഫിറ്റിൽ നിന്നും ആ അരിയർ എന്ത് ചെയ്യും, ആ ഷെയർസിന് കൊടുക്കും. അതേപോലെ തന്നെ അതിനെ കൺവേർട്ടബിൾ ആണ്, അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റും, ഇക്വിറ്റി ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റും. ക്യുമുലേറ്റീവ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഷെയർസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ദി അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ബിറ്റ്വീൻ 3 to 5 years. ഓക്കെ, ഒരു 5 നെക്സ്റ്റ് ഈ പാർട്ടിൽ വരുന്ന ചില ടേംസുകളാണ്. ഒന്നാമത്തത് സീറ്റ് ഇക്വിറ്റി ഷെയർസ് ആണ്. അതായത് സീറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇക്വിറ്റി ഷെയർ ഇഷ്യൂഡ് ബൈ ദി കമ്പനി ടു എംപ്ലോയീസ് ഓർ ഡയറക്ടേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് ഓർ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ഫോർ പ്രൊവൈഡിങ് നോ ഹൗ ഓർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. അതായത് നിലവിലുള്ള കമ്പനിയിലുള്ള എംപ്ലോയീസിനോ അതല്ലെങ്കിൽ ഡയറക്ടേഴ്സിനോ ഡിസ്കൗണ്ടിലോ അല്ലെങ്കിൽ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് അല്ലാത്ത
മറ്റെന്തെങ്കിലും കൺസിഡറേഷനിലോ എന്ത് ചെയ്യുന്നു, ഷെയർ കൊടുക്കുന്നുവെങ്കിൽ അതിനെ എന്ത് പറയും, സീറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയും. അതായത് ഇവിടെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇക്വിറ്റി ഷെയർസിനെ മോർ അട്രാക്റ്റീവ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഓപ്ഷൻ കൊടുക്കുന്നത്. നിലവിലുള്ള എംപ്ലോയീസിന് ഡിസ്കൗണ്ടിലോ അല്ലെങ്കിൽ അതർ ദാൻ കൺസിഡറേഷനിലോ എന്ത് ചെയ്യുന്നു, ഷെയറിനെ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതിനെ സീറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മിനിമം ലോക്കിൻ പീരീഡ് 1 year ആണ്. 1 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റൂ, സെയിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇത്തരം ഷെയറിന്. ഓക്കെ, ഇനി സീറ്റ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കണ്ടീഷൻസ് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 54 പ്രകാരം കമ്പനി എന്ത് ചെയ്തിരിക്കണം, നിർബന്ധമായിട്ടും ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ വിളിച്ചു ചേർക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ, ഒന്നാമത്തെ കണ്ടീഷനാണ്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് the resolution should be specify the number of shares, the market price, the price of shares issued, then the classes of investors, classes of directors or employees to whom the shares are issued. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ വരുന്നത്. ആർക്കാണോ ഇഷ്യൂ ചെയ്യുന്നത് അവരാരൊക്കെയാണെന്നുള്ളതും, അതേപോലെ പ്രൈസ് ഓഫ് ഷെയർസ് എന്താണെന്നുള്ളതും, മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ് എന്താണെന്ന്, എത്ര നമ്പർ ഓഫ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്തിരിക്കണം. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ വരുന്നത്. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പീരീഡ് ഓഫ് 1 year ഷുഡ് ബി എലാപ്സ്ഡ്. 1 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് 1 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള സീറ്റ് ഇക്വിറ്റി ഷെയറിനെ ഇഷ്യൂ ചെയ്യുവാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ വരുന്നത് ലിസ്റ്റഡ് ഷെയർസ് ആണെങ്കിൽ ദി ഇഷ്യൂ ഷുഡ് ബി ബേസ്ഡ് ഓൺ ദി ഗൈഡ് ലൈൻസ് ഓഫ് സെബി. ലിസ്റ്റഡ് ആണെങ്കിൽ അവിടെ സെബിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചായിരിക്കണം ഇഷ്യൂ ചെയ്യുന്നത്. ഇത്രയും കണ്ടീഷൻസ് ആണ് ഇതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്ന മറ്റൊരു ടേമാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ഓർ ESO എന്ന് പറയും. ഇറ്റ് ഈസ് എൻ ഓപ്ഷൻ ടു എംപ്ലോയീസിനുള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആ പേര് തന്നെ മനസ്സിലാവും. അതായത് എന്താണ് ഓപ്ഷൻ വരുന്നത്, ടു പർച്ചേസ് അറ്റ് ഫ്യൂച്ചർ ഡേറ്റ് ആണ്. ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഷെയർ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ്. അതായത് ഇറ്റ് ഈസ് എൻ ഓപ്ഷൻ ഗ്രാൻറ്റഡ് ടു ഹോൾ ടൈം എംപ്ലോയീസ് ടു പർച്ചേസ് ഓർ സബ്സ്ക്രൈബ് അറ്റ് ഫ്യൂച്ചർ ഡേറ്റ് the equity shares at predetermined price, that is known as employee stock option plan. Okay, ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ നൽകുന്നത് മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്, ടു റീറ്റെയിൻ എംപ്ലോയീസ് ഓഫ് ഹയസ്റ്റ് കാലിബർ ഉള്ള എംപ്ലോയീസിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് കൊടുക്കുന്നത്. ഇനി ഇത്തരത്തിൽ ഓപ്ഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ഒന്ന് എന്ത് ചെയ്യണം, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു ഇഷ്യൂ ഓഫ് ഓപ്ഷൻ കൊടുക്കുന്നത് ഹോൾ ടൈം എംപ്ലോയീസ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനായിരിക്കണം. ഇനി അതേപോലെ ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ഈ ഒരു ഓപ്ഷൻ, ഇത്തരത്തിൽ കൊടുക്കുന്ന ഒരു ഓപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റൂല, ഇറ്റ് കനോട്ട് ബി ട്രാൻസ്ഫേർഡ് ടു എനിവൺ. വേറെ ആർക്കും ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയില്ല. ദെൻ അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മിനിമം പീരീഡ് ഓഫ് 1 year കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിനെ ഇഷ്യൂ ചെയ്യാൻ, ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കണ്ടീഷനാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ